പട്ടാമ്പി MLA ശ്രീ മുഹമ്മദ് മുസൈൻ അവരുടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, സെക്ഷൻ ഓഫീസർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മറ്റ് തഹസിൽദാർ, മറ്റു വളരെ സ്നേഹനിധികളായ ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, മറ്റു കാര്യങ്ങളിൽ നമ്മളോട് സഹകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനികൾ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ഈ യോഗം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. 3 ദിവസങ്ങൾക്ക് മുമ്പ് കൈപ്പുറത്ത് ആനങ്ങോടി പ്രദേശത്ത് ബഹുമാനനായ അബ്ബാസ് ഒരു പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടതായിട്ട് നമ്മൾ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നമ്മൾ പരിശോധിച്ചു. എന്നാൽ അതിന്റെ രൂപസാദൃശ്യമുള്ള കാട്ടുപൂച്ചക്കാണ് സാധ്യത എന്നാണ് അവിടുത്തെ സാഹചര്യങ്ങൾ വെച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിഗമനത്തിലെത്തിയത്. എന്നാൽ ഇന്നലെ രാത്രി വീണ്ടും നമ്മളെ പറക്കല്ല് ഭാഗത്ത് അബുക്ക ഇതേ സാദൃശ്യത്തിലുള്ള ജീവിയെ കണ്ടു, പുലിയാണെന്ന് അദ്ദേഹം നമ്മളെ അറിയിച്ചു. ഇന്നലെയും നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചു. അവിടെ നിന്നും ആ ഒരു സാന്നിധ്യത്തെ ശാസ്ത്രീയമായി തെളിയിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും എത്താൻ സാധിച്ചില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും 2 തവണകളിലായിട്ട് ഈ മേഖലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പറയാൻ കഴിയുന്ന 2 ആളുകൾ തന്നെ പുലിയുടെ സാന്നിധ്യത്തെ സംശയിക്കുന്ന രീതിയിൽ ഉള്ളൊരു സാഹചര്യം വന്ന നിലയ്ക്ക് നമ്മൾ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെ ഇടപെടണം എന്നാണ് ഇന്നലെ അവിടെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത സമയത്ത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, സാമൂഹ്യ പ്രവർത്തകരുണ്ടായിരുന്നു. അവിടുത്തെ ഒരു കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയുള്ള ഇടപെടൽ നടത്തി ജനങ്ങൾക്കിടയിൽ വല്ലാത്തൊരു ഭീതി വന്നിട്ടുണ്ട്. ആ ഭീതിയെ നമ്മൾ അകറ്റുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു യോഗം വിളിച്ചു ചേർത്തത്. MLA ഉണ്ട്, ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളുണ്ട്. നമുക്ക് കൂടി ഇന്ന് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നമ്മളുടെയൊക്കെ സഹകരണത്തോടു കൂടി കുറ്റിക്കാടുകളിൽ പോയി നമ്മൾ സെർച്ച് നടത്തുകയും ഇന്നലെ രാത്രി തന്നെ സത്യത്തില് കാണുമ്പോഴോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴോ ഭീതി തോന്നാമെങ്കിൽ പോലും ഉദ്യോഗസ്ഥരുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ധൈര്യത്തിന്റെ കൂടെ നമ്മൾ കൂടി നിന്ന് ആ ചുറ്റുവട്ടത്തുള്ള കുറ്റിക്കാടുകളിലൊക്കെ നമ്മൾ പരിശോധന നടത്തി. പക്ഷെ അങ്ങനത്തെ ലാഞ്ചനകളോ അതല്ലെങ്കിൽ ഒരു പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന മറ്റുള്ള മൃഗങ്ങളെ കഴിച്ചതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനത്തെ സാധ്യതകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. പക്ഷെ അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ഒരു പകൽ വെളിച്ചത്തിൽ നമുക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് ഇന്ന് ഈ യോഗത്തിന് ശേഷം നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി നമുക്ക് അവിടെ ആ പ്രദേശങ്ങളിൽ സെർച്ച് നടത്താം എന്നുള്ള 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇന്നലെ അവിടെ നിന്ന് ഏകദേശം ഒരു രൂപാക്കിയ കാര്യങ്ങൾ. ഇനി തുടർ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നാണ് രൂപാക്കേണ്ടത്. നമ്മൾ പന്നിയുടെ വല്ലാതെ ശല്യമുള്ള ഒരു സമയത്ത് നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ അറിയിപ്പായിട്ട് കുറ്റിക്കാടുകളൊക്കെ സ്വകാര്യ വ്യക്തികൾ വെട്ടിത്തെളിക്കണം എന്ന് പറഞ്ഞിരുന്നു. ചില ആളുകളൊക്കെ അത് അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ടെങ്കിലും മുഴുവൻ ആളുകൾക്കും പല ആളുകളും ഗ്രാമപഞ്ചായത്ത് പരിധിക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളാണ്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരു ഭീതിയാണ്. നമ്മൾ ചെറിയൊരു കാര്യമായിട്ട് കാണാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ ഒരു തീരുമാനമായിട്ട് ഇന്ന് നമ്മളുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, ജനപ്രതിനിധികളുടെ തീരുമാനമായി നമുക്ക് ആ കുറ്റിക്കാടുകളൊക്കെ മുഴുവനായിട്ടും വെട്ടിത്തെളിക്കുന്നതിന് വേണ്ട തീരുമാനവും കാര്യങ്ങളും എടുക്കേണ്ടതുണ്ട്. അതൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും നമ്മളൊക്കെ കൂട്ടായി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഏതായാലും സംസാരം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പുതുതായി വന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് മാത്രമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെയുള്ള ആളുകൾക്ക് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അറിയാം. നിലവിൽ ഏതായാലും ആ സമയാസമയങ്ങളിൽ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാണെങ്കിലും വേണ്ട പിന്തുണയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി അവരുടെ നിർദ്ദേശങ്ങൾ അവരിതിന്റെ നിലവിലുള്ള കാര്യങ്ങളും ഇനി നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ചും പറയുന്ന സമയത്ത് അതിനനുസൃതമായി നമ്മൾ അവർക്ക് വേണ്ട പൂർണ്ണമായ 100% പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വമായിട്ട് വരുന്നത്. അത് അതിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കൃത്യമായി നമുക്ക് നിറവേറ്റേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്ന്
സാന്ദർഭികമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യനായ MLA ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ടതില്ല. ശരിക്കും പറഞ്ഞാല് ഒരു ഭീതിയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് ആ പ്രദേശത്തെ ആളുകൾ പോയി എന്നുള്ളത് സംശയമില്ല. ആദ്യഘട്ടത്തില് ഈ വിഷയം നടക്കുന്നു, സ്വാഭാവികമായിട്ടും പലയിടത്തും പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഇപ്പം ഇന്നലെ രാത്രിയാണെങ്കിലും ഇത് തന്നെ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പിന്നെ ഈ പറഞ്ഞ ആളുകളൊന്നും അങ്ങനെ നിസ്സാരക്കാരായിട്ടുള്ള വെറുതെ പറയുന്ന ആളുകളുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു പേടി തന്നെയാണ്. ഇതിനി ദൂരീകരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യം. പ്രസിഡന്റ് പറഞ്ഞ പോലെ പ്രസിഡന്റും പിന്നെ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസം അവിടെ പ്രദേശത്തൊക്കെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം സെഷൻ ഓഫീസറും പിന്നെ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും അത്യാവശ്യം ആളുകൾ എത്തുകയും നാട്ടുകാരും എല്ലാവരും കൂടി ആ കാര്യങ്ങൾ 2 ദിവസം നോക്കി. ഇപ്പൊ ഞാന് ഇന്നലത്തെ ഇതും കൂടെ കഴിഞ്ഞപ്പോ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഒരു വഴിയിലായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു പോകുന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി വിഭാവനം ചെയ്യുന്ന സബ്ജക്ട് കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്കുണ്ടായിരുന്നു. ഇത് അറിഞ്ഞപ്പോ പിന്നെ തിരിച്ചു വന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും 2 പരിപാടി ക്യാൻസൽ ചെയ്ത് പോയതാണ്. പിന്നെ ആ പരിപാടി അറ്റൻഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോ ഞാന് പുലർച്ചെ നമ്മുടെ ഒറ്റപ്പാലം റേഞ്ച് ഓഫീസറെ വിളിച്ചു. അപ്പൊ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതൊരു ദൂരീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെയും വിളിച്ചു. അതോടൊപ്പം തന്നെ DFOനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൽ മറ്റൊരു തരത്തിലും ഡിവൈഡ് ആവാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു പ്രശ്നം ദൂരീകരിക്കാനുള്ള ശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട്. പിന്നെ സെർച്ച് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വളരെ എനിക്ക് തോന്നുന്നു റേഞ്ച് ഓഫീസർ ആ കാര്യങ്ങൾ പറയും. ശ്രദ്ധിച്ച് നമ്മൾ സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. കാരണം പുലി ഉണ്ടെങ്കിൽ പുലിയുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എളുപ്പമാവില്ല. നമ്മളൊരു ജാഗ്രതയോട് കൂടി തന്നെയാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകാൻ പാടുള്ളത്. ആ ജാഗ്രതയോട് കൂടി നമുക്ക് സെർച്ച് ചെയ്യുന്ന കാര്യം ആലോചിക്കാം. അപ്പൊ ഇന്ന് തന്നെ ക്യാമറ വെക്കുന്ന കാര്യത്തിന് പിന്നെ നേരത്തെ പെരുവാഴിയോടും മറ്റു സ്ഥലങ്ങളിലുണ്ടായിരുന്ന ക്യാമറ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്, അവരെ കയ്യിലുണ്ട്. അതിന്ന് വെക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പുലിയാണെങ്കിൽ പതുങ്ങിയിരിക്കും, പരമാവധി ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കും. എപ്പോഴാണ് അറ്റാക്ക് ചെയ്യാന്ന് പറയാനും പറ്റില്ല. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. കുട്ടികള് അതുപോലെ ഒറ്റയ്ക്ക് പോകുന്ന ആളുകൾ അതൊക്കെ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കിത് ദൂരീകരിക്കാനുള്ള ശ്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടത്തുക. നമ്മൾ ഈ ചർച്ചയും അഭിപ്രായങ്ങളും കഴിഞ്ഞതിന് ശേഷം അത് എനിക്ക് തോന്നുന്ന റേഞ്ച് ഓഫീസർ കൂടി പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ദൂരീകരിക്കാൻ പറ്റുന്നത്. കാരണം നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പൊ കുറച്ചു മുമ്പ് തൃത്താലയെന്ന് പുലിനെ പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടൗണുകളൊന്നും പിടിച്ചിട്ടുണ്ട്. അപ്പൊ പിടിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാനുള്ള സംവിധാനങ്ങൾ ആലോചിക്കാവുന്നതാണ്. ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കൂട് അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ള സംവിധാനത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ സ്ഥിരീകരണ പ്രവർത്തനം കുറച്ചും കൂടെ ജാഗ്രതയോടുകൂടി നമുക്ക് നടത്തണം. അത് നടത്തുമ്പോൾ തന്നെ നമുക്ക് ഈ ആളുകളെ സെർച്ച് ചെയ്യാൻ വേണ്ടി വിടുന്നതിന് എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടതെന്നുള്ളത് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എടുക്കാമെന്നുള്ള കാര്യം മാത്രമാണ് പറയാനുള്ളത്. നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തുടർന്നും നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. റേഞ്ച് ഓഫീസർ അതിന്റെ കാര്യങ്ങളൊന്നും വിശദീകരിച്ചതിന് ശേഷം ബാക്കി നമുക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ബഹുമാനപ്പെട്ട MLA സാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ട നാട്ടുകാര്, വിത്ത് പെർമിഷൻ സാർ, എനിക്കൊരു കുറച്ച് സമയം തരണം. എല്ലാവരും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഞാൻ എന്ത് പറയുന്നു എന്നോർത്താണ് ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. ഒരേ സമയം വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മളൊരു DFO സാറുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില സ്വഭാവ സവിശേഷതകൾ വന്യജീവികളിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയം വരെ നമുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടൊന്നും തന്നെ വന്യജീവികളുടെ സാമീപ്യം അതിന്റെ പുറത്ത് നമുക്ക് ഇപ്പൊ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ 18/2/2025 രാവിലെ വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട MLA സാറിന്റെ ഫോൺ റിങ് ചെയ്യണ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. സത്യം പറഞ്ഞാൽ അതായിരുന്നു
അപ്പൊ സാറ് ചോദിച്ചു ഉറങ്ങുവാണോ എന്ന് ചോദിച്ചു. സാറേ ഞാൻ ഇന്നലെ ഇത്തിരി ഉറങ്ങാൻ ഇത്തിരി താമസിച്ചു പോയി. ഈ ഒരു 9 മണിക്ക്, ഇന്നലെ ഒരു 9 മണിക്കാണ് എനിക്ക് ഇവിടുത്തെ ഈ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫോൺ കോൾ വന്നു. അപ്പോ ഞാൻ കേൾക്കുന്ന ആ ഫോൺ കോളില് ഒരു പുരുഷനാണ് എന്നെ വിളിക്കുന്നത്. സാറേ ഇങ്ങനെ ഒരു പുലിയുടെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതോടൊപ്പം ഒരു സ്ത്രീയുടെ ഒരു എന്താ പറയാ ഒരു കരച്ചിലിന്റെ ശബ്ദം കൂടി എനിക്ക് കേൾക്കുവാൻ കഴിയും. ഞാനിത് പറഞ്ഞത് ആ വിഷയത്തിന്റെ തീവ്രതയാണ്. സാറേ നിങ്ങളൊന്ന് വേഗം വരണേ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും ഭയപ്പെടണ്ട, വനം വകുപ്പിന്റെ കടമ ഞങ്ങൾ നിർവഹിച്ചിരിക്കും. 5 മിനിറ്റിനകം അവിടെ ജീവനക്കാരെത്തിയിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഡ്രൈവറെ ഫോണിൽ വിളിക്കുന്നതിന് മുമ്പേ ഡ്രൈവർ ഓഫീസിലെത്തി. ഡ്രൈവറുടെ വീടും എൻ്റെ ഓഫീസും തമ്മിൽ ഏറെക്കുറെ ഒരു കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയണതിന് മുമ്പേ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറേ ഞാനിവിടെ ഓഫീസിലുണ്ട്. അപ്പൊ എങ്ങനെ പറഞ്ഞു, എന്നെ ഫോറസ്റ്റ് വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വണ്ടി എടുത്തൊന്ന് പെട്ടെന്ന് ചെല്ലണം. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ വിളിച്ചതിന് ശേഷം അതിന്റെ ഈ ദൂരം കവർ ചെയ്യുന്ന സ്ഥലം മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അവർ അരമണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥലത്ത് വന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ കുറച്ച് ഫാക്ടുകളാണ് പറയാനുള്ളത് നിങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടിയിട്ട്. ആശങ്ക പൂർണ്ണമായിട്ടും അകറ്റാനും കഴിയില്ല. പുലിയാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയാത്ത വിധമുള്ള തെളിവുകളാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പുലിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് മഞ്ഞ കളറിലെ കറുത്ത പുള്ളികളും അതിന്റെ വലിപ്പവും കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്തിയാൽ മാത്രമാണ്. ഇവിടെ ദൃക്സാക്ഷികൾ നമ്മളോട് പറഞ്ഞ പ്രകാരം ഇതിന്റെ മുഖം മാത്രമാണ്, അല്ലെ? അങ്ങനെയാണ് എനിക്ക് കിട്ടിയ വിവരം. അങ്ങനെയാണോ? ഒരു ടോർച്ച് അടിച്ചപ്പോ ഇങ്ങനെ മുഖത്ത് എന്താണ് അതിന്റെ എന്താണ് പേരെന്താണ്? അബ്ബാസ്. ഈ മേഖലയില് നിങ്ങളെ കഴിഞ്ഞതിന് മുമ്പ് ഇന്നലെ കണ്ട ആളല്ലേ? ഫസ്റ്റ് കണ്ട ആളല്ലേ? പിന്നെ രണ്ടാമത് നമുക്ക് ഇത് പുലിയാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് ഇതിന്റെ കാൽപ്പാടുകളാണ്. ഈ കാൽപ്പാടുകളിൽ ഇത് തീറ്റ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇര പിടിക്കാൻ പോകുമ്പോഴല്ലാതെ വരുന്ന ഘട്ടത്തിൽ ഒരിക്കലും കാൽപ്പാടുകൾ പതിഞ്ഞ ഭാഗത്ത് ഇതിന്റെ നഖം ഉണ്ടാവില്ല. ഇതൊരു പൂച്ച വർഗത്തിൽപ്പെട്ട ജീവിയാണ് എന്ന് വിചാരിച്ച് പൂച്ചയുടെ കാലും കൂടുതൽ ശക്തി ഉള്ളത് കൊണ്ടാണ് ഇത് മനുഷ്യനെ ഭീഷണിയാവുന്നത്. അപ്പോ ഒരു ആക്രമണ സ്വഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ നഖം പതിയെ ഇങ്ങനെ പുറത്തേക്ക്, ഇങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ്, പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ ഓർഡിനറി ആയിട്ട് ഭയപ്പാടില്ലാതെ ഇരയെ പിടിക്കാൻ അല്ലാതെ നടക്കുന്ന സമയത്ത് ഇത് സോഫ്റ്റ് മണലോ അല്ലെങ്കിൽ നനവുള്ള പ്രദേശത്തോ ഇത് നടക്കുമ്പോൾ ഇതിന്റെ വെയിറ്റ് കൊണ്ട് പതിയുന്ന പഗ്മാർക്കിൽ നഖം ഉണ്ടാവില്ല. നഖം ഉണ്ടാവാത്ത കാൽപ്പാടുകളാണ് ഇരയെ പിടിക്കാത്ത സമയത്ത് കിട്ടിയതെങ്കിൽ അത് പുലിയാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇരയെ പിടിക്കുന്ന സമയത്ത് ഇത് നഖം പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോഴും നമുക്ക് 100% ഉറപ്പ് ഇത് ഇരയെ പിടിക്കാൻ പോവുകയാണോ, ഇത് പാനിക്കാണോ. കാരണം പുലിയാണല്ലോ തീരുമാനിക്കുന്നത് എപ്പോഴാണ് നഖം പുറത്തേക്ക് വരിക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് കുറച്ച് അതിന്റെ ഒരു പ്രത്യേകതകൾ, അതിന്റെ ഒരു ശാസ്ത്രീയമായ ഒരു അളവ്, അല്ലെങ്കിൽ അതിന്റെ ഒരു നമ്മൾ തിരിച്ചറിയുന്ന അങ്ങനെയാണ്. പിന്നെ പുലിയുടെ കാൽപ്പാടുകൾക്ക് അതിന്റെ ഒരു സ്ക്വയർ നമ്മൾ അതിന് വരയ്ക്കുകയാണെങ്കിൽ ഒരു 6.5 മുതൽ 9 സെന്റിമീറ്റർ വരെ അളവിലായിരിക്കണം ഒരു മധ്യപ്രായം എത്തിയ ആരോഗ്യമുള്ള ഒരു പുലിയുടെ സ്ക്വയർ. അത്രയും സെന്റിമീറ്ററിനകത്ത് നിൽക്കുന്ന വലിപ്പം ഉണ്ടാവണം. അതിൽ കുറഞ്ഞതാണെങ്കിൽ 6 താഴെയൊക്കെയാണെങ്കിൽ ഇതിനെ പോലെ തന്നെ സാദൃശ്യമുള്ള അല്ലെങ്കിൽ ഇരട്ട വെച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള ലെപ്പേർഡ് ക്യാറ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടിയുണ്ട്. ഈ ലെപ്പേർഡ് ക്യാറ്റിനെ കണ്ടാലും നമ്മൾ അങ്ങനെ തന്നെ ആണ് നമുക്ക് തോന്നുക. ഇപ്പൊ ഇതെല്ലാം നമുക്ക് നമ്മുടെ നെറ്റിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ കിട്ടുന്നതാണ്. നിങ്ങൾ അതിന്റെ ഇമേജസ് ഒന്ന് നോക്കിയാൽ നമുക്ക് അത് കാണാൻ കഴിയും. ഭാരത സർക്കാർ ഈ ലെപ്പേർഡ് ക്യാറ്റിനെ സംബന്ധിച്ച് ഒരു തപാൽ സ്റ്റാമ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൃഗമാണ് ഈ ലെപ്പേർഡ് ക്യാറ്റ്. അപ്പൊ നമുക്ക് കൃത്യമായ ഒരു തെളിവ് കിട്ടാതെ ഈ വന്യജീവിയുടെ ഒരു പ്രസൻസിനെ സംബന്ധിച്ചുള്ള അവസാന വാക്ക് പൂർണ്ണമായും വനം വകുപ്പ് ജീവനക്കാരൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഞാൻ ഈ മീറ്റിംഗിൽ ഇപ്പൊ തൊട്ടു മുമ്പ് വിളിച്ചത്. അപ്പൊ സാറ് പറഞ്ഞു, ഈ പുലിയാണ് എങ്കിൽ ഒരു താമസവും വേണ്ട, നിങ്ങൾ അതിന്റെ അടുത്ത നടപടികളിലേക്ക് കടന്നോളൂ. ഞാനിവിടെ അതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കൂട് ഞാൻ പറഞ്ഞ് റെഡിയാക്കി ക്ലീൻ ചെയ്ത്
അത് പ്രവർത്തനക്ഷമമാണ് എന്ന് ഉറപ്പാക്കി വെച്ചിട്ടുണ്ട്. ഒരു കൂട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും എന്താ പറയാ ഗൗരവമായിട്ടാണ് ഒരു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വരെ ഇതിനെ കാണുന്നത്. അപ്പൊ വനംവകുപ്പ് ജീവനക്കാർ ഇതിൽ ഒട്ടും ലാഘവത്വം കാണിച്ചിട്ടില്ല. നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളും MLA സാർ ഉൾപ്പെടെയുള്ളവരും സർക്കാരും എല്ലാം ഈ വിഷയത്തിൽ ഈവൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡിയിലെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പൊ എന്റെ ഫോറസ്റ്റ് എന്നോട് പറഞ്ഞു, സാറേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യരെല്ലാവരും രാത്രിയും പകലും എന്നോണം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മറ്റുള്ള സ്ഥലങ്ങളെക്കാളും ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി. മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകുന്നത് ആളുകൾ വൈകാരികമായി പ്രതികരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ കുറ്റം പറയാൻ കഴിയില്ല. കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെടുമ്പോഴാണ് ഇതിന്റെ വേദന നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അത് നമുക്കും അറിയാം. ആ ഇമോഷണൽ കോഷ്യന്റ് നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവനെ വകവെക്കാതെ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. അത് ഞാൻ വെറുതെ നിങ്ങളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. വനം വകുപ്പിലെ 20 വർഷം പണിയെടുത്തതിന്റെ അനുഭവത്തിൽ പറയുകയാണ്. ആ 20 വർഷവും പണിയെടുത്തത് ഒരുപാട് ഉൾപ്രദേശങ്ങളിൽ കാട്ടിലുമൊക്കെ ആയിരുന്നു. മൂന്നാറിലെ എടമലക്കുടിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഒരു 2-2.5 വർഷക്കാലം. മൊത്തം 4 വർഷക്കാലം അവിടെ ജോലി ചെയ്തു. പെരിയാർ ടൈഗർ റിസർവില്, അത് പെരിയാർ റേഞ്ചില് മൂലവൈഗ സെക്ഷൻ എന്ന് പറയുന്നത് ഏറെക്കുറെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ആ ഡാമിന്റെ ബോട്ട് ലാൻഡിങ്ങിൽ നിന്നും 3 ദിവസം നടന്നാൽ എത്തുന്ന സ്ഥലത്ത് അച്ചൻകോവിലിന്റെ മേൽഭാഗത്തായിട്ട്, തമിഴ്നാടിന്റെ പളിയക്കുടിയുടെ മേൽഭാഗത്തായിട്ട് നമ്മൾ ഒരു 2 വർഷക്കാലം അവിടെയാണ് സർവീസ് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ വിഷമങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളതുകൊണ്ട് ലാഘവത്തോടെ എടുക്കില്ല. ചെയ്യാവുന്ന എല്ലാ നടപടികളും ചെയ്യും. ഇപ്പൊ തുടക്കത്തിൽ ഈ നടപടികളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഷെഡ്യൂൾ 1-ൽപ്പെട്ട മാംസഭുക്കുകളായ കടുവ, പുലി, സസ്യഭുക്കായിട്ടുള്ള ആന, അങ്ങനെ ഷെഡ്യൂൾ 1-ൽപ്പെട്ട വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം, വന്യജീവി ആക്ട് പ്രകാരം ഷെഡ്യൂൾ 1-ൽപ്പെട്ട മൃഗങ്ങളെ നമ്മൾ മനുഷ്യർ നിയന്ത്രിക്കുമ്പോൾ എന്തൊക്കെ രീതിയിൽ എങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെ സംബന്ധിച്ച് കോടതി അംഗീകരിച്ച നിയമപ്രാബല്യമുള്ള കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പ്രകാരം നമ്മൾക്ക് ആദ്യമേ ചെയ്യേണ്ട പരിപാടിയാണ് ഈ ക്യാമറ ട്രാപ്പ് വയ്ക്കുക. ഇത് തെർമൽ ഇമേജ് പ്രകാരമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു ജീവനുള്ള എല്ലാ വസ്തുവിനും അതിന്റെ ശരീരത്തിൽ ഒരു ചൂടുണ്ടാവും, ഒരു ഹീറ്റ് ഉണ്ടാവും. ആ ചൂടുള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ജീവൻ നിലനിൽക്കുന്നത്. നമ്മുടെ 37 ഡിഗ്രി സെൽഷ്യസിൽ എപ്പോഴും നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ജീവനെ നിലനിർത്താൻ കഴിയുന്നത്. അപ്പൊ വന്യജീവികളുടെ കാര്യത്തിലും അതാണ്. അപ്പൊ ഇത് നിശ്ചിത ദൂരത്തിൽ പോകുമ്പോൾ ഈ ക്യാമറ ഈ ടെമ്പറേച്ചർ സൈൻ ചെയ്യുകയും അത് റെക്കഗ്നൈസ് ചെയ്യുകയും ഓട്ടോ ഫ്ലാഷ് അടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ മൃഗത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം ഞാൻ കടന്നു പോകുമ്പോൾ ഉണ്ടാവുമെന്ന് വിവരം കിട്ടില്ല. അപ്പൊ സത്യത്തില് ഈ മൃഗത്തിനെ അറിയാതെയാണ് മൃഗത്തിന്റെ ഫോട്ടോ എടുക്കുന്നത്. മൃഗത്തിന്റെ എന്നല്ല, എന്ത് ഇമേജാണോ അതിൽ കിട്ടുന്നത് അങ്ങനെ അതിനകത്ത് വരുന്നവർ അറിയാതെയാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെയാണ് ഈ ക്യാമറ ട്രാപ്പിന്റെ പ്രവർത്തനം. അപ്പൊ ഇത് നമ്മൾ വളരെ ഹൈഡായിട്ട് നമ്മൾ ഒരു മരത്തിലോ എവിടെയെങ്കിലും നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ അതിന്റെ ഓപ്പറേഷനും അതിന്റെ ലോക്കിങ്ങും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പൊ മാഡത്തെ നമ്മൾ ഈ വിഷയം ധരിപ്പിച്ചിരുന്നു. മാഡം ഇത് ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് 100% സേഫ് ആയിട്ട്, സെക്യൂർ ആയിട്ട്, ഓപ്പറേഷണൽ ആയിട്ട് വെക്കാൻ കഴിയുന്ന ഉറപ്പാക്കിയിട്ടാണ് എനിക്ക് പഞ്ചായത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാനൊരു 10 മിനിറ്റ് സമയം എടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ ആദ്യമേ ഈ ക്യാമറ ട്രാപ്പ് വയ്ക്കും. ക്യാമറ ട്രാപ്പിൽ ഇത് പുലിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇമേജസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായ നമ്മൾ ഈ വന്യജീവി ബോർഡിന്റെ ലെപ്പേഡിനുള്ള ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഇതൊക്കെ നിങ്ങൾക്ക് പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യും. സർക്കാർ കാര്യമല്ലേ, മുറ പോലെ നടക്കില്ലേ എന്നുള്ള പഴഞ്ചൊല്ലില്ല. 24 മണിക്കൂറിനകം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ നിർവഹിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഒരു 6 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് രൂപീകരിക്കേണ്ടത്. അപ്പൊ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയം പുലി നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം അതിനകത്തുണ്ടാവും. പക്ഷെ പുലി നിൽക്കുന്ന സ്ഥലത്ത് പോയാലല്ലോ, പുലി അവിടെ നിൽക്കുന്നിടത്തല്ലല്ലോ ഇപ്പോഴും നമ്മൾ പിടിക്കാൻ നോക്കുന്നത്. പുലി എവിടെ ഉണ്ടെന്ന് കണ്ടെത്തി അതിനെ നമ്മൾ സേഫായിട്ട് അടുത്ത വനപ്രദേശത്തേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഗൈഡ് ലൈൻ
അനുസരിക്കുവാൻ വേണ്ടി എടുക്കുന്ന സമയം ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാതെ പരിക്ക് പറ്റാതെ നമ്മൾ കരുതലോടെ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. അതിനാണ് നിങ്ങളുടെ സഹകരണം ഞാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുക എന്നതാണ് പ്രൈം ഇമ്പോർട്ടൻസ്. അപ്പൊ ആ 6 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ നിർബന്ധമായും ഏതൊക്കെയാണ് ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസേൺഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കൺസേൺഡ് നിയമസഭാ സാമാജികൻ, കൺസേൺഡ് പഞ്ചായത്ത് ലോക്കൽ ബോഡിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർ, അങ്ങനെ ഒരു 6 പേരുടെ കാര്യങ്ങളുണ്ട്. ഇവരെയൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് ഫോണിൽ വിളിച്ചാൽ ഈ അടിയന്തര കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് രൂപീകരിക്കാൻ കഴിയും. അവരൊന്നും ഒരു സ്ഥലത്ത് വിളിച്ചു ചേർത്ത് രൂപീകരിക്കണം ഫിസിക്കലായിട്ടെന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവരെ അറിയിച്ച് അവരുടെ സമ്മതം വാങ്ങിച്ച് നമ്മളെടുക്കുന്ന തീരുമാനത്തിൽ അവരുടെ പങ്കാളിത്തം ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ്. അപ്പൊ ഇതിന് വേണ്ടത്ര സമയം നമ്മൾ എടുക്കില്ല, യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യും. തുടർന്ന് ഈ വിവരം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിക്കും. നമ്മൾ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇത്തരത്തില് വാളയാർ റേഞ്ചിൽ ഒരു പുലിയെ പിടിച്ച ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ്. എത്രയും വേഗം നമ്മൾ ഇത് ചെയ്യും. എന്തായാലും എനിക്ക് പറയാനുള്ളത്, 1, ആ പ്രൊസീജിയർ പാലിക്കും. 2, നമ്മളിപ്പോ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ആരാണോ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് നിങ്ങളുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചിട്ട് നമ്മൾ ഒരു വന്യജീവിയുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പേരുമിട്ട് നമ്മളെല്ലാവരും മെമ്പറായിട്ട് മനസ്സാലെ മെമ്പറാകുന്ന ആൾക്കാരെ മെമ്പറാക്കിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുക. അതിനുശേഷം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളത് 24 മണിക്കൂർ മോണിറ്റർ ചെയ്യും. എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും പിക്ചർ കിട്ടുകയാണെങ്കിൽ പിക്ചർ വിടുക, വിവരങ്ങൾ വിടുക, നമ്മൾ അതിന് വേണ്ട മുൻകരുതൽ എടുക്കുക. ഇതാണ് 2ാമത്തെ മെഷേഴ്സ് ആയിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ എടുക്കാനായിട്ട് ഒരു 2ാമത്തെ തീരുമാനം. 3ാമതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, ഇപ്പൊ ബഹുമാനപ്പെട്ട സർക്കാർ പാലക്കാട് ഡിഎഫ്ഒയുടെ നിർദ്ദേശാനുസരണവും നമ്മുടെ നമുക്ക് നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ നിർദ്ദേശാനുസരണവും നമ്മളിപ്പോ സ്വയം സന്നദ്ധരായിട്ടുള്ള RRT, പൊതുജനങ്ങളിൽ നിന്ന് സ്വയം സന്നദ്ധരായിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള RRTകളെ രൂപീകരിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗൈഡ് ലൈൻ MLA സാറിനാണ് പോകുന്നത്. ആ വന്യജീവിയെ നോക്കുന്നത്, നാട്ടിലിറങ്ങിയ വന്യജീവിയെ നോക്കുന്നതും വനം വകുപ്പുകാർ സമ്മതിക്കില്ലേ എന്ന് ചോദിക്കാൻ പാടില്ല. അതിൽ നിന്നും ഒരു പരിക്ക് വന്നാൽ നമ്മൾ ഉത്തരവാദിത്വം പറയേണ്ടി വരും. നിയമപരമായി നമ്മളൊരു ഉത്തരവാദിത്വം പറയേണ്ടി വരും എന്നുള്ള ബോധ്യത്തോടു കൂടി സുരക്ഷിത അകലം പാലിച്ചുകൊണ്ട് സുരക്ഷിതമായി ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ, ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലം ഒരു പൊതുസ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വനഭൂമി അല്ല, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഇടങ്ങൾ പോലെയുള്ള, ഇത് ആരുടെ ഉടമസ്ഥയിലുള്ളതാണ്? പ്രൈവറ്റ് ആണ്. അപ്പൊ അങ്ങനെ തന്നെ ഗവൺമെന്റ് ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ സ്ഥലങ്ങൾ വെട്ടിത്തെളിക്കണം എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പരിധിവരെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ഫുഡും ഫോഡറും കിട്ടുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഈ കാട്ടിലാണെങ്കിൽ ഈ വന്യജീവികൾക്ക് ഇര തേടി പിടിച്ച് കണ്ടുപിടിക്കണം. നാട്ടിൽ വരുമ്പോൾ നമ്മളുടെ ഫുഡിന്റെ വേസ്റ്റുകൾ ധാരാളം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊന്നിനും മാംസം തേടി പോയി വേറെ സ്ഥലത്തേക്ക് പോകണ്ട. അപ്പൊ എപ്പോഴും വംശവർദ്ധനം ഉണ്ടാവുന്നത് ഇതിനെ ഒളിച്ചിരിക്കാനും പറ്റുന്ന, ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റുന്ന ചെറിയ കുറ്റിക്കാടുകളുടെ സാന്നിധ്യവും അതിന് ആഹാരത്തിന്റെ സപ്ലൈയും ഉള്ളതുകൊണ്ടാണ്. അത് പ്രൂവ് ചെയ്ത കാര്യമാണ്. നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കൂ, ഇപ്പൊ ഇവിടെ ഒരു കുരങ്ങ് വന്നു കഴിഞ്ഞാൽ അതിന് ഭക്ഷണം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് അതിന് പ്രത്യുൽപാദനം നടക്കുകയും അതിന്റെ ആണും പെണ്ണുമായിട്ടുള്ള രണ്ട് കാറ്റഗറിയിലുള്ള മെയിലും ഫീമെയിലും ആയിട്ടുള്ള കുരങ്ങ് ഒരു ജോഡി വന്നാൽ അതിന് നിങ്ങൾ ഭക്ഷണം പ്രൊവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഭക്ഷണം അതിന് ലഭ്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന്റെ വംശവർദ്ധനവ് നടത്തിയിരിക്കും. അപ്പൊ ഒരു പരിധിവരെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു അപകട സാന്നിധ്യം നമ്മളെല്ലാരും കൂടെ കൂടിയാലാണ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാട് പ്രദേശങ്ങൾ ഇടാൻ പാടില്ല, വേസ്റ്റ് ഭക്ഷണ സാധനങ്ങൾ മാംസാവശിഷ്ടങ്ങൾ നമ്മൾ ഇടാൻ പാടില്ല ഒരിടത്ത്, അത് വേസ്റ്റ് ആയിട്ട് ഇടാൻ പാടില്ല. അത് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ പുലിയെ തെരയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പുലിയെ തെരയുന്നതിന് നിയമപരമായി നമുക്ക് അനുവാദം നൽകാൻ കഴിയുന്നതല്ല. അത് മാത്രമാണ് എനിക്കിപ്പോ ഈ ഒരു ഘട്ടത്തിൽ പറയുവാനുള്ളത്. മറ്റെന്തെങ്കിലും സാറ്? ഈ ക്യാമറ എവിടേക്ക് വെക്കാനാണ്? അത് നമ്മൾ എപ്പോഴും ഭക്ഷണം ഉള്ള സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ പുലിയെ കണ്ട സ്ഥലങ്ങളിലാണ് ക്യാമറ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിന് ഗൈഡ് ലൈൻ ഇല്ല. ഇപ്പൊ ഒരു ഇരയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ തന്നെ വെക്കുള്ളൂ. ഇരയെ പിടിച്ചിട്ട് ഭക്ഷിച്ച് തീർക്കാൻ കഴിയാത്ത ഒരു ഇരയാണെങ്കിൽ അതിന്റെ ബാക്കി അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ തന്നെ കൊണ്ടുവയ്ക്കും.
അതിനടുത്ത് വിശപ്പ് വരുമ്പോൾ അത് അങ്ങനെയാണ് അതിന്റെ ഒരു സീനും നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാമറ ട്രാപ്പ് വയ്ക്കുന്നത് നമ്മളുടെ ഒരു അനുഭവ പരിചയത്തിൽ നമുക്ക് പ്രസൻസ് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പൊ നിങ്ങളാരും അതിനകത്ത് വ്യാകുലപ്പെടേണ്ടതില്ല. നമ്മള് 24/7 അവേഴ്സ് നമ്മൾ വിളിപ്പുറത്തുണ്ട്. നമ്മുടെ പ്രസൻസ് ഉണ്ടാവും. നിങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക. നമ്മളും നിങ്ങളും കൂടിയാണ് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവരും സഹായിക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗത്തിന് അധ്യക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത പട്ടാമ്പി MLA സാറ്, അതുപോലെ തന്നെ മറ്റു പ്രദേശവാസികളെ, ഉദ്യോഗസ്ഥരെ, സഹപ്രവർത്തകരെ, നിലവിൽ നമ്മൾ ഇന്നലെ കണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് നമുക്ക് ആ ഒരു ക്യാമറ സെറ്റ് ചെയ്യാം. അവിടെ മരവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ കുറച്ച് പക്മാർക്കും കാര്യങ്ങളും പട്ടിയുടെയും പന്നികളുടെയും എല്ലാം കുറെ പക്മാർക്കും ഉണ്ട്. ആ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് നമുക്ക് ഒരെണ്ണം വെക്കാം ക്യാമറ. അത് കഴിഞ്ഞ് നമുക്ക് നിലവിൽ കണ്ടത്, നമുക്ക് പുള്ളി കണ്ടെന്ന് പറഞ്ഞ നിലവിൽ 2 വട്ടം കണ്ടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പറഞ്ഞു അത് കേന്ദ്രീകരിച്ച് ഒരെണ്ണം അവിടെ നമുക്ക് വെക്കാം. പിന്നെ നമുക്ക് പുള്ളി രണ്ടാമത് പുള്ളി കണ്ടോ വന്നില്ലേ, നമുക്ക് എത്ര ക്യാമറ ആ സ്ഥലം കേന്ദ്രീകരിച്ച് വെക്കാം. അതാണ് നമ്മൾ ക്യാമറ വെക്കാൻ ഉദ്ദേശിച്ചത്. അതിനേക്കാൾ ഉപരി നിലവിൽ നമ്മൾ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ തീരുമാനം, നമ്മൾ 3 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിയും. ഈ നമ്മൾ ചെറുപ്പക്കാർ നല്ല സഹകരണം ഉണ്ടാകുന്നത് കൂടെ നിൽക്കാം. നമ്മളെ ഉണ്ട സ്റ്റാഫുകൾ 3 ഗ്രൂപ്പാവും നിങ്ങളെ കൂടെ. നമ്മൾ ആ കിടക്കുന്ന കാട്ടിന്റെ പല ഭാഗത്തായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഇത് പറഞ്ഞ മനസ്സിലായി. ഓരോ ഭാഗത്തും നമ്മൾ ആ അത്രയും കിടക്കുന്ന കാടിന്റെ പല ഭാഗത്തൂടെ നമ്മൾ ഒന്ന് കയറും. നിലവിൽ കയറിയിട്ട് നമ്മൾ കുറ്റിക്കാടുകൾ കേന്ദ്രീകരിച്ചാണെങ്കിൽ നമുക്ക് ആ കുറ്റിക്കാട്ടിലോട്ട് കയറാൻ പറ്റില്ല എങ്കിൽ നമ്മൾ ആ കുറ്റിക്കാട്ടിലേക്ക് പടക്കം പൊട്ടിച്ചേരും. നമ്മളെ പടക്കം കൊണ്ടുവന്നിട്ട് ഈ പടക്കം പൊട്ടിച്ചറിയുമ്പോൾ നിലവിൽ അതിനകത്ത് ഉണ്ട് എങ്കിൽ നീന്താൻ പുറത്തെയാണ്. അല്ല, ഇത് പുറത്ത് ചാടിയാലും ചെയ്യും. അതുകൂടെ പറയണം. പുറത്ത് ചാടി നമ്മളെ മുന്നിൽ നമ്മൾ പിടിച്ചിരിക്കും. ഇനി നമ്മളെ എന്ത് പരിക്ക് പറ്റിയാലും അത് നമ്മൾ നാളെ മുതൽ എന്തായാലും നമ്മൾ ഈ സാധനം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി തന്നെയാണ്. കൊയിലൂരിൽ നിന്ന് എന്തായാലും ഇവിടെ വരെ ഓടിയെത്തുക, എന്നൊന്ന് ഓടിയെത്തുക എന്ന് പറഞ്ഞത് പ്രസിഡന്റിനെ വിളിച്ചാൽ ഇന്നലെയാണ്. 31 അരമണിക്കൂർ 31 വേലയാണ് അവിടെ കിടക്കേണ്ടത്. അവർ അല്ലെ ഞങ്ങൾ അനുബന്ധമായിട്ട് വന്നേനെ. അവർ സാഹചര്യം പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇത്തിരി പരിക്ക് പറ്റിയാലും നമ്മൾ അത്യാവശ്യം നമ്മുടെ ജീവനക്കാരുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തിരി പരിക്ക് പറ്റിയാലും അത്യാവശ്യം എന്തായാലും കണ്ട സാധനം ഒരു ആണ് എങ്കിൽ അത് വലുതല്ല, ചെറിയൊരു സാധനമാണ്. ഒരു ആണ് എങ്കിൽ പിന്നെ അത് വരാനുള്ള സാഹചര്യം ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം തൊട്ടപ്പുറത്ത് പുഴയുണ്ട്, മലപ്പുറത്തിന്റെ ബൗണ്ടറികളും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത് പുഴയിൽ വരുമ്പോഴൂടെ വരാം. ഈ സുഖമില്ലാത്ത ഒരു സാധനമാകാം. ആഹാരം പട്ടിയെ പോലും പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തിരുവഴിയാടുന്ന ഒരു സാധനത്തിന് അങ്ങനെ പിടിച്ചായിരുന്നു. കാര്യം ഇത് പട്ടികൾ ഡെയിലി കുരയ്ക്കുന്നു, ഇത് കറങ്ങി നടക്കുന്നു. അങ്ങനെ നോക്കിക്കൊണ്ട് പട്ടികൾ ഡെയിലി കൊണ്ടുവരുന്നു. പട്ടിയെ പോലും പിടിക്കാതെ ആഹാരവും എടുക്കാൻ പറ്റാതെ ഈ സാധനം സുഖമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവസാനം പിടിച്ചു മൃഗശാലയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷെ ചത്തുപോയി. ആ ഒരു സാഹചര്യത്തിൽ പെട്ടതാവാന്ന എനിക്ക് നിലവിൽ ഒരു പുലിയായി പോലെ സാധ്യതയുള്ളൂ. നിലവിൽ ഈ പക്മാർത്ത് തന്നെ കണ്ടിട്ട് നിലവിൽ പുലി ആണെങ്കിൽ പോലും അതൊരു ചെറിയ പുലിയുടെ ഏർപ്പാടാണ്. നമ്മുടെ ഒരാളെ ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി, വലിയൊരു ചെറുപ്പക്കാരനെ ആക്രമിച്ച് കൊല്ലാൻ വേണ്ടിയുള്ള ഒരു കഴിവൊന്നുള്ളതായിട്ട് എനിക്ക് 10 വർഷം സർവീസ് ഉണ്ട്. ഞാൻ ആകെ പിടിക്കാൻ പോകുന്നതിനകത്തൊരു ഭാഗമായിട്ടുണ്ട്. പുലിയെ പിടിക്കാൻ പോകുന്ന ഭാഗമായിട്ടുണ്ട്. 4 പുലിയെ പിടിച്ചിട്ടുണ്ട്. ആ കൂടുതലുള്ള ആളാണ്. അതിന്റെ അനുഭവം വെച്ച് പറയുകയാണ്. മങ്കട്ടാമി ഞങ്ങൾ 2 പുലിയെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ സാഹചര്യങ്ങൾ വെച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ പടക്കം പൊട്ടിച്ച് ഓടുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് അന്നേരമുള്ള കാര്യം നമ്മൾ ചെയ്യും. പിന്നെ ക്യാമറ ടാപ്പ് സാറ് ബാക്കിയുള്ള നിയമവശങ്ങൾ കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ ടീമായിട്ട് ചില ഭക്ഷണം കഴിക്കേണ്ടത് 3ആയിട്ട് തിരിഞ്ഞ് നമ്മൾ പോകുന്നു. നമ്മുടെ ടീമുകൾക്കുള്ള നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പടക്കം എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് തിരയാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ തിരയും. അതല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് നല്ല കുറ്റിക്കാടുകളെ അങ്ങോട്ട് ഒരു ലക്ഷം കയറി നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ അങ്ങോട്ട് പടക്കം പൊട്ടിച്ചെറിയും. ആ സാധനം ഉണ്ടെങ്കിൽ അവിടെ ചാടും. ഉറപ്പാണ്. രാത്രി ആവുന്നവരെ നമ്മൾ ആ ഒരു പ്രവർത്തി നിലവിൽ നമ്മൾ ജസ്റ്റ് തുടരും. രാത്രി സെർച്ച് ചെയ്യേണ്ടതല്ലേ ഉൾക്കാണല്ലേ? രാത്രി ചർച്ചയല്ല. രാത്രി നമുക്ക് കണ്ടാൽ പോലും ഓടിയ പോലും ചെയ്യാൻ പറ്റും. മാത്രമല്ല എന്തെങ്കിലും ഈ പറഞ്ഞ കണ്ണിന് കാഴ്ച അപ്പുറത്ത് പലതും എല്ലാവർക്കും വന്നാലും അതുകൊണ്ട് അത്തരത്തിലൊരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഓടത്തിലെല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ആ ആക്റ്റീവ് ആകുന്നത് നമ്മളോട് ഇന്ന് വരിക. നമ്മളെ കുറെ ആളുകൾ വന്നായിരുന്നു. അല്ല അതുണ്ടാവും. ആ ആളുകളെ വെച്ച് നമ്മൾ ടീം ഉണ്ടാകുന്നുണ്ട്. നമ്മളിത്ര നമ്മളൊരു 8 പേരുണ്ട്. ഈ 8 പേര് 3 ഗ്രൂപ്പായിട്ട് നിങ്ങളെ ആ ഗ്രൂപ്പിൽ ഈ 2 പേര് ആക്കിയിട്ട് നമ്മൾ മാറും. നിലവിൽ ഭാഗം വന്നാൽ അതിനോട് നമ്മൾ അവരുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് ബാക്കിൽ നിന്നാൽ മതി. ബാക്കിയുള്ള കേട്ടില്ല. അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ട്. രാത്രിയിൽ മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഒറ്റ ദിവസം സെർച്ച് ചെയ്താൽ തീരാവുന്ന സ്ഥലമേ ഉള്ളൂ. ഏകദേശം ഞാൻ 2 ദിവസം കൊണ്ട് എന്നാ പിന്നെ പരമാവധി ടീമായിട്ട് എന്നാണ്ട് തീരുമാനിച്ച ലക്ഷം പോയി. അല്ല, ഇത്രയ്ക്ക് 3 ആൾക്കാരെ ഉള്ളൂ. അല്ല 8 പേരല്ലേ? ഞങ്ങൾ 8 പേരുണ്ട്. അത് ഈ 2 പേര് ചെയ്തിട്ട് ഞങ്ങൾ ബാക്കി അത് ക്ലിയർ ചെയ്തോളാം. വിഷയം കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഞാൻ പറയുന്നതെന്ന് വെച്ചാല് സെർച്ച് ചെയ്യാൻ ഔദ്യോഗികമായിട്ട് തീരുമാനിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് അല്ലാത്ത ആളുകൾ പോയിട്ട് ഫുള്ള് തെരച്ചില് എന്നുള്ള ഔദ്യോഗികമായിട്ട് തീരുമാനിക്കാൻ ശരിക്കും കഴിയില്ല. പക്ഷെ നമുക്ക് ദൂരീകരിക്കാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം പിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അത്യാവശ്യം എന്ന് വെച്ചിട്ട് വലിയ സോഫിസ്റ്റിക്കേറ്റഡ് സാധനങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തീരുമാനിക്കുന്നത് അനൗദ്യോഗികമായിട്ട് തീരുമാനിച്ചു പോകാനാണ്. പിന്നൊരു പ്രശ്നമുണ്ട്. ജസ്റ്റ് കുഞ്ഞ് എന്തെങ്കിലും ആണെങ്കിൽ പറ്റിപ്പോയാലോ നമ്മൾ ഫോറസ്റ്റുകാർ തന്നെ നമ്മൾ 8-9 പേരുണ്ട്. നമ്മൾ സ്റ്റാഫായിട്ടാണ് നമ്മൾ അതാണ് എല്ലാവരും പുതിയൊരു അഭിപ്രായം ജനങ്ങൾ തന്നെ പറയുമ്പോഴേ എന്തെങ്കിലും ജസ്റ്റ് അല്ല മനസ്സിലായി. എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങളാണ് ഈ പ്രദേശത്ത് എല്ലാവരും ഈ പ്രദേശത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ബാക്കി സഹകരണമാരും അതാണ് പറഞ്ഞ കറക്റ്റാണ്. നമുക്കൊരു കാര്യം തീരുമാനിക്കാം. കാരണം എന്താ വെച്ചാല് ഈ ജനകീയമായിട്ട് തെരച്ചിൽ നടത്താന്ന് പറഞ്ഞിട്ട് ഒരു പുലിയാണ്. പുലിക്ക് പറഞ്ഞമാതിരി ബുദ്ധിയൊന്നുമില്ല. വല്ല അറ്റാക്കോ എന്തെങ്കിലും ഉണ്ടായി ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ നിസാരമാവൂല കാര്യങ്ങൾ. സംഗതി കയ്യിൽ നിന്ന് പോകും. പിന്നെ നമുക്ക് എന്താണെങ്കിലും അതിനകത്ത് ആ കുറെ കാലമായിട്ട് നമ്മൾ ആളുകളൊന്നും താമസിക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചുരുങ്ങിയത് പാമ്പെങ്കിലും ഉണ്ടാവും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പൊ അതിന്റെ ഒരു പ്രോട്ടോകോൾ പ്രകാരം ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു കൺഫർമേഷൻ വരുത്താനുള്ള ഒരു ചെറിയൊരു ശ്രമം, ഒരു സെർച്ച് എന്നുള്ള നിലക്ക് അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ അവർക്ക് ട്രെയിൻഡ് ആയിട്ട് തോന്നുന്ന ആളുകൾ ആരാച്ചാലും അവരെയും കൂടെ കൂട്ടിയിട്ട് ഓരോ സെർച്ച് നടത്തിക്കോട്ടെ. ക്യാമറ വെക്കട്ടെ. 4 പുറമുള്ള ആളുകൾ എന്തായാലും ഒരു ജാഗ്രത പുലർത്തുക. എന്നിട്ട് അതിനും എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചതിന്റെ അവധിത്തോ അല്ലെങ്കിൽ വേറെ കൂടുതൽ കാലടയാളങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ ശാസ്ത്രീയമായിട്ട് സെർച്ച് നടത്താനും ഈ കൂട് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു തെളിവായി. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന് ഒരു അടിയന്തരമായിട്ടൊരു സമയം കണ്ടെത്തിയിട്ട് ഇന്ന് തന്നെ ആണെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യാം. ഈ ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യായിരിക്കും നല്ലത്. 2ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പിന്നെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇതുപോലെ നമുക്ക് ഇത് ഫൈനലാക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒന്നുകൂടെ ഒരു എത്ര വലിപ്പമുള്ള മിനിമം കാലടയാളം നാട്ടിലേക്ക് പോയി കിട്ടിയാലേ വലിപ്പവും മാറ്റോ കാര്യങ്ങളും തെളിയിക്കാൻ പറ്റും. വേറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ കൂടി കൺഫേം ആക്കിയതിന് ശേഷം മതി ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ആരെങ്കിലും ഈ മീറ്റിംഗിൽ നമ്മൾ തീരുമാനിച്ചതിന്റെ പ്രകാരം കൂടി എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളും ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന വലിയ പുലി ആയിരിക്കില്ല എന്നുള്ളൊരു തോന്നലാണ്. ചിലപ്പോ ഇനി പുലി അകത്തുണ്ട്, പുലിയുടെ കുട്ടിയാണ് നമ്മൾ കണ്ടെങ്കിലും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഉണ്ടെങ്കിലോ എന്നുള്ള സംശയത്തിന്റെ കാര്യം. ഈ കണ്ടവരാരും നമ്മളാരും നിസ്സാരമായിട്ട് കാണില്ല. അപ്പൊ അബ്ബാസൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പൊ അവര് കണ്ടത് ഈ പറഞ്ഞതുപോലെ എന്താണ് എന്നുള്ളത് നമുക്കൊന്നും കൂടെ, കാരണം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നമ്മൾ കാണുന്നത്. ആ കാണുന്ന സമയത്തുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു ആവശ്യമായി ഇപ്പൊ മാറിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. അതല്ലേ നല്ലത്. പിന്നെ 2ാമത് പറഞ്ഞത് നമുക്ക് പറ്റുകയാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ അവിടെ
ശരിക്കും പറഞ്ഞാൽ കാട് അപകടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോവുകയാണെങ്കിൽ വ്യക്തികൾക്ക് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ഇട്ടൂടെ? അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സുരക്ഷിതത്വം വരുത്താൻ അവരുടെ സ്ഥലത്ത് അത് ഓർഡറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാലോ അല്ലെ? അത് തഹസിൽദാർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, സെക്രട്ടറിക്ക് ചെയ്യാലോ അല്ലെ? ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നേ ഓൾറെഡി ഭരണസമിതിയുടെ ഒരു ഡിസിഷൻ ഉണ്ട്. അതുകൊണ്ട് ഇനി നമ്മള് ഭരണസമിതിക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ട കേസ് വരുന്നില്ല. നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ നോട്ടീസായിട്ട് എല്ലായിടത്തും എത്തിക്കാന്നുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് അപ്രായോഗികമായതുകൊണ്ട് ഇന്ന് തന്നെ ഒരു അറിയിപ്പായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. അതെ, അറിയിപ്പായിട്ട് അടിയന്തരമായി കൊടുക്കാം. എനിക്ക് തോന്നുന്ന ഒരു 3 ദിവസമോ എന്തെങ്കിലും ഒരു സമയക്രമം കൊടുത്ത് ഇതിനിടയിൽ തന്നെ എന്ത് ചെയ്യണം, കുറ്റിക്കാടുകള് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുള്ളത് അവരവര് തന്നെ നീക്കം ചെയ്യണമെന്ന് പറയാം. അതില് ഒരു അഭ്യർത്ഥന ഉള്ളത്, നമ്മളുടെ എല്ലാവരുടെയും പരിപൂർണ പിന്തുണ ഉണ്ടെങ്കിൽ സംഗതി പഞ്ചായത്ത് പറഞ്ഞാൽ പോലും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ അവരതിങ്ങനെ അനന്തമായി നേട്ടും. അതിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യാം, പറ്റിയെടുക്കാം. അതില് നമ്മള് നമ്മളുടെ നാട്ടിലെ കുറ്റിക്കാടുകൾ മൊത്തം എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് നീക്കം ചെയ്യാൻ കഴിയണം. അത് ഇന്ന് തന്നെ മറ്റുള്ള മാർഗങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ആളുകളെ അറിയിക്കാം. എന്നിട്ടും തയ്യാറാവാത്ത ആളുകൾക്ക് നേരിട്ട് നോട്ടീസ് കൊടുക്കാനുള്ള നടപടികൾ ചെയ്യാം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കതിന് റൈറ്റും ഉണ്ട്, ഒപ്പം തന്നെ തീരുമാനം ഓൾറെഡി ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ആമുഖ സംസാരത്തിൽ തന്നെ ആ കാര്യം പറഞ്ഞത്. ഇനി എനിക്ക് തോന്നുന്നത് ആ കാര്യം തീരുമാനിക്കാം.